നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 265 265. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 20 ശ്ലോകം 39. വിസസർജ തനും താം വൈ ജ്യോത്സ്നാം കാന്തിമതീം പ്രിയാം തയേവ ച അതതു പ്രീത്യാ വിശ്വാവസു പുരോഗമാം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ശോഭയുള്ളതും പ്രേമാസ്പദവുമായ ആ ശരീരത്തെയും ഉപേക്ഷിച്ചു ചന്ദ്രികയായ അതിനെ വിശ്വാവസു മുതലായ അവർ തന്നെ പ്രീതിപൂർവം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, പ്രഭാസ്വരൂപമായിരിക്കുന്ന പ്രിയമേറിയ ആ ശരീരത്തെയും ബ്രഹ്മാവ് വെടിഞ്ഞു. ആ പ്രഭ ചന്ദ്രികയായി ഭവിച്ചു. ഗന്ധർവാദികളായ ആ സംഘങ്ങൾ ആ ചന്ദ്രികയെ അംഗീകരിച്ചു. ആ സംഘത്തിൽ മുഖ്യൻ വിശ്വാവസുവാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ പ്രഭാസ്വരൂപമായിരിക്കുന്ന അത് പിന്നെ ചന്ദ്രികയായിട്ട് അത് ഗന്ധർവാദികൾ ചന്ദ്രികയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. സപ്പോസ് നല്ല പൂർണ്ണചന്ദ്രനുള്ള ദിവസം നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക ഉല്ലാസം ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ചന്ദ്രികയെ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ മനസ്സ് സംശുദ്ധമായ അവസ്ഥയെ പ്രാപിക്കുമ്പോൾ ഒക്കെ കർത്തവാവാണെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. ഇനി 40-ാമത്തെ ശ്ലോകം. സൃഷ്ട്വാ ഭൂതപിശാചാംശ ഭഗവാനാത്മതന്ത്രിണ ദിഗ്വാസസോ മുക്തകേശാൻ വീക്ഷ്യ ച അമിലീയ ദൃശോ. അതായത് ബ്രഹ്മാവ് തൻ്റെ അലസഭാവം കൊണ്ട് ഭൂതങ്ങളെയും പിശാചങ്ങളെയും സൃഷ്ടിച്ചിട്ട്, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പല ഭൂതപ്രേത പിശാചുക്കളുണ്ട് എന്നാണ് എനിക്ക് തോന്നുക. കാരണം എന്താ? അലസഭാവം, ഇൻഡസ്ട്രിയസ് മൈൻഡില്ല. പ്രത്യേകിച്ച് ഭാഗവതം പഠിക്കേണ്ട കാര്യം വന്നാൽ അപ്പോൾ അവർക്ക് അലസഭാവമായി. അപ്പോൾ ഭൂതങ്ങളെയും പിശാചങ്ങളെയും സൃഷ്ടിച്ചിട്ട് വസ്ത്രമില്ലാത്തവരും തലമുടി അഴിഞ്ഞു കിടക്കുന്നവരുമായിട്ട്, അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ചെണ്ട കൊട്ടണവർ, മാല കെട്ടണവർ, ഇൻക്ലൂഡിങ് പൂജാരീസ് അല്ലെങ്കിൽ തന്ത്രിമാർ അഴിഞ്ഞ മുടിയായിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അത് കുടുമ ഉണ്ടെങ്കിൽ കുടുമ കെട്ടിവെക്കണം എന്നാണ് പറയുക. കുടുമ കെട്ടിവെക്കണം, കുടുമ അഴിച്ചിടാൻ പാടില്ല. ചാണക്യനാണ് കുടുമ അഴിച്ചിട്ടത്. ഈ രാജ്യത്തിനെ നന്നാക്കാതെ കൊണ്ട് ഞാൻ കുടുംബ കെട്ടില്ല, അങ്ങനെ അല്ല. അപ്പോൾ തലമുടി അഴിഞ്ഞു കിടക്കുന്നവരായിട്ട് കണ്ടിട്ട് കണ്ണുകളെ അടച്ചു. എന്താ? ബീബൽസാണ് ഇവരുടെ രൂപങ്ങൾ. പിന്നെ ഭഗവാനായ ബ്രഹ്മദേവൻ തൻ്റെ ആലസ്യം എന്ന ഭാവത്താൽ ഭൂതങ്ങളെയും പിശാചുക്കളെയും സൃഷ്ടിച്ചു. നഗ്നന്മാരും തലമുടി അഴിച്ചിട്ടിരിക്കുന്നവരുമായ അവരെ കണ്ടപ്പോൾ കണ്ണുകളെ അടച്ചു കളഞ്ഞു. ഭയാനകമായിട്ടുള്ള അന്തരീക്ഷാവ കാരണം. ഇനി 41-ാമത്തെ ശ്ലോകം. ജഗൃഹുസ്ത്വദ്വിസൃഷ്ടാം താം ജുംഭ്രണാഖ്യാം തനും പ്രഭോ നിദ്രാമിന്ദ്രിയ വിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യതേ. ജൃംഭണം എന്ന് പറഞ്ഞാൽ കോട്ടുവായി ഇടുക എന്നാണ് പറഞ്ഞത്.
അവനാൽ ഉപേക്ഷിക്കപ്പെട്ട സർവസമർത്ഥനായ ബ്രഹ്മാവിൻ്റെ ജിംബ്രണം എന്നു പേരുള്ള ആ ശരീരത്തെ ഭൂതപ്രേതാദികൾ ഗ്രഹിച്ചു. നിദ്ര എന്ന് പറയുന്ന യാതൊന്നിനാൽ പ്രാണികളിൽ ഇന്ദ്രിയങ്ങളുടെ ക്ഷീണം കാണപ്പെടുന്നു. ഉറക്കമില്ലാത്തവരാണ് കൂടുതൽ കൊട്ടുവായിടുക. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മിഞ്ഞ കുടിച്ചാൽ കൊട്ടുവായിട്ടാൽ അർത്ഥം ഉറക്കായി വരാറായി എന്നർത്ഥം. ഉടനെ അനുഭാവാർത്ഥം ആലസ്യരൂപമായ ഭാവത്തെ ബ്രഹ്മാവ് ഉപേക്ഷിച്ചു. ഒരു ഭാവത്തെ ഉപേക്ഷിക്കുവാനും ഉടനെ മറ്റൊരു ഭാവത്തെ സ്വീകരിപ്പാനും, അതായത് സൃഷ്ടിച്ചതിനെ സ്വീകരിക്കാണ്ടിരുന്നാൽ മതി, റിഫ്യൂസ് ചെയ്താൽ മതി, എന്നാൽ ഭാവം മാറി. അപ്പോൾ സമർത്ഥനായ ബ്രഹ്മദേവൻ്റെ ആ മൂർത്തിയെ ഭൂതപിശാചുകൾ ഗ്രഹിച്ചു. അത് നിദ്രയായി ഭവിച്ചു. അതിനാൽ ജനങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെ തളർച്ചയെ സൂചിപ്പിക്കുന്നു. തദ്ര, ജൃംഭണം, നിദ്ര, ഉന്മാദം എന്ന് 4 വിധത്തിൽ കാണപ്പെടുന്ന അവസ്ഥാഭേദങ്ങൾ ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട മൂർത്തിവിശേഷമാകുന്നു എന്ന് പറഞ്ഞു. ഇനി 42-ാമത്തെ ശ്ലോകം ഒരൊറ്റ വരിയുള്ളൂ. ഏനോ ചിഷ്ടാൻ ധർംഷയന്തി തൻ ഉന്മാദം പ്രചക്ഷതേ. അപ്പോൾ യാതൊന്നിനാൽ ഉച്ഛിഷ്ടന്മാരെ ആക്രമിക്കുന്നുവോ ഭൂതാദികൾ, അതിനെ ഉന്മാദമെന്ന് പറയുന്നു അറിവുള്ളവർ. എല്ലാം അറിവുള്ളവർ. അപ്പോൾ ഇവിടെ ജ്ഞാനികളെന്നർത്ഥം. അപ്പോൾ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പൊതുവെ ജനങ്ങൾ 4 തരമാണ്. ആർത്തന്മാർ, അർത്ഥേഷുക്കൾ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനികൾ, ജിജ്ഞാസുക്കൾ. അപ്പോൾ ജിജ്ഞാസുക്കൾ കേട്ടത് പറയും, വേറൊന്നും അറിയില്ല അവർക്ക്. അപ്പോൾ ഈ ജിജ്ഞാസ എന്നുള്ളത് സംസ്കൃതത്തിലും മലയാളത്തിലാകുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താ തനിക്കൊരു ജിജ്ഞാസ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ എന്താ തനിക്കൊരു ഉന്മേഷം ഇല്ലാത്തതാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഏതൊരു ദോഷത്തിൻ്റെ ആവേശം നിമിത്തം പ്രാണികൾ ഛർദ്ദിക്കുകയും മലമൂത്രങ്ങളെ പെട്ടെന്ന് വിസർജിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രാണികളെ ഭൂതാദികൾ ബാധിക്കുന്നുവോ, ആ ദോഷവിശേഷത്തെ വിദ്വാൻമാർ ഉന്മാദം എന്ന് പറയുന്നു. ഉന്മാദം എന്നുള്ളത് ധാതുകോപം നിമിത്തമുണ്ടാകുന്ന ഒരുവിധം രോഗം. ആ രോഗദേവതകൾ ഭൂതങ്ങൾ, പിശാചുക്കൾ എന്നും അർത്ഥമായിട്ട് പറയാം എന്ന് പറഞ്ഞു. ഇനി 43-ാമത്തെ ശ്ലോകം. ഊർജസ്വന്തം മന്യമാന ആത്മാനം ഭഗവാനജ സാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണ സൃജൽ പ്രഭു. ഐശ്വര്യപൂർണനായ സമർത്ഥനായ ബ്രഹ്മാവ് ആത്മാവിനെ ഊർജസ്വന്തം മന്യമാന ബലവാനെന്ന് ഭാവിക്കുന്നവനായിട്ടും അദൃശ്യരൂപത്തോടു കൂടിയ, പരോക്ഷേണ എന്ന് പറഞ്ഞാൽ അദൃശ്യരൂപത്തോടു കൂടിയ, സാധ്യാൻ ഗണാൻ സാധ്യന്മാരെന്ന ഗണങ്ങളെയും പിതൃഗണാൻ പിതൃക്കളെ ഗണങ്ങളെയും സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. അനന്തരം ഐശ്വര്യപൂർണനും സർവത്തിനും സമർത്ഥനുമായ ബ്രഹ്മാവ് ആത്മാവിനെ ഉത്കൃഷ്ടബലവാനായി ഭാവിച്ചിട്ട് ആവശ്യമായ രൂപത്തോടുകൂടെ സാധ്യന്മാരുടെ ഗണങ്ങളെയും പിതൃഗണങ്ങളെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എല്ലാം സ്റ്റേറ്റ്മെൻ്റാണ്. അത് കഴിഞ്ഞ് 44-ാമത്തെ ശ്ലോകം വരുന്നു. ആത്മസർഗം തം കായം പിതര പ്രതിപേദിരേ സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോയത് വിതന്വതേ. അതിൻ്റെ വാക്കാർത്ഥം എന്താ? ആ പിതൃക്കൾ തങ്ങളെ സൃഷ്ടിച്ചതായ ശരീരത്തെ സ്വീകരിച്ചിട്ട് യാതൊരു നിമിത്തത്താൽ എന്താണെന്ന് പറയുക, കവികൾ, കർമ്മശാലികൾ പിതൃഭ്യ സാധ്യന്മാർക്കും പിതൃക്കൾക്കും
വിതന്വതേ കർമ്മം ശ്രാദ്ധാദി നടത്തുന്നു എന്നാണ് പറഞ്ഞത്. വളരെ പയസ് കർമ്മമാണ് ശ്രാദ്ധം നടത്തുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? പിതൃഗണങ്ങൾ അവരുടെ ഉത്ഭവത്തിന് കാരണമായും ഭാവരൂപവുമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ആ ദേഹത്തെ അംഗീകരിച്ചു. ആ സമ്പ്രദായത്തെ ആശ്രയിച്ചിട്ടാണ് ശ്രദ്ധാദി കർമ്മങ്ങളെ പിതൃദേവഗണങ്ങളെ ഉദ്ദേശിച്ച് കർമ്മകുശലന്മാരായ വിദ്വാൻമാർ നടത്തുന്നത്. ആ കർമ്മകുശലന്മാരായ, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്, വിദ്വാൻമാർ നടത്തുന്നതിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട് അവിടെ പറഞ്ഞത്. അപ്പോൾ സാധ്യന്മാരും പിതൃക്കളും കാണപ്പെടുവാൻ കഴിയാത്തവരും ഭാവപ്രധാനന്മാരുമാകയാൽ അവർക്കായിട്ട് ഹവ്യകവ്യങ്ങളെ ഭാവനാപൂർവം സമർപ്പിച്ചാൽ അവർക്ക് കിട്ടും എന്ന് അതിൻ്റെ അർത്ഥമായി. 45 സിദ്ധാൻ വിദ്യാധരാം ശൈവാതിരോധാനേന സോ അസൃജത് തേഭ്യോ അതദാത്തമാത്മാം അർദ്ധാനാഖ്യമത്ഭുതം അർത്ഥാൻ. അവൻ സിദ്ധന്മാരെയും വിദ്യാധരന്മാരെയും മറവോടുകൂടെ സൃഷ്ടിച്ചു. അപ്പോൾ പറയണു അർദ്ധാന്യാഖ്യം എന്ന് പറഞ്ഞാൽ അന്തർധാനം, മറവ് എന്ന പേരോടുകൂടിയ അത്ഭുതം തം ആത്മാനം, ആശ്ചര്യമായ ആ ശരീരത്തെ അതദാത് കൊടുത്തു, പ്രേരിപ്പിക്കപ്പെട്ട് അതിന് കൊടുത്തു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, അതിനു ശേഷം ബ്രഹ്മദേവൻ കാണാൻ യോഗ്യമുള്ള മായതാണെങ്കിലും കാഴ്ചയും വിഷയാത്മകമായിരിക്കാനുള്ള ശക്തിയാകുന്ന തിരോധാനം എന്ന ഉപദാനത്താൽ ദ്രവ്യത്താൽ സിദ്ധന്മാരും വിദ്യാധരന്മാരെയും സൃഷ്ടിച്ചു. അന്യന്മാരുടെ നേത്രങ്ങൾക്ക് വിഷയമായി തീരാതെ ഇരുപ്പാനുള്ള ഭക്തിയാകുന്ന തിരോധാനം എന്നുള്ളത് ഭക്തിയാണ് എന്നു പേരുള്ള അത്ഭുത രൂപത്തെ അവർ സാധ്യന്മാർക്കും നൽകി, ഭാഗിച്ച് നൽകി എന്ന് പറഞ്ഞു. 46 സ കിന്നരാൻ കിംപുരുഷാൻ പ്രത്യാന്മേന്യാസൃജൽ പ്രഭു മാനയന്നാത്മന ആത്മാനം ആത്മാഭാസം വിലോകയൻ. അതിൻ്റെ വാക്കാർത്ഥാണ് പറയണത്. അനന്തരം ബ്രഹ്മാവ് സ്വശരീരത്തിൻ്റെ പ്രതിബിംബത്തെ നോക്കി വളരെ ഭംഗിയുള്ളതാണെന്ന് അഭിമാനിച്ചു. അഭിമാനാത്മകമായ ആത്മബിംബം ബഹുരൂപമാകുന്നതെന്ന് തന്നെ വേണം. ബഹുരൂപമാകുന്ന ദ്രവ്യത്തെ കൊണ്ട് കിന്നരന്മാരെയും കിംപുരുഷന്മാരെയും സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. ഞാനവിടെ നിർത്തുകയാണ്. കാരണം ഇന്നലത്തെ താലിപ്പൊലി കഴിഞ്ഞതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. വെറുതെ ഉള്ളത് കൊളാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഗുണോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം, നാളെ കാണാം.